അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കുട്ടികളും പൊതുപരീക്ഷയിൽ ഉന്നതമായ വിജയം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെ പൊതുപരീക്ഷയുടെ 2025 വന്ന തസ്കിയ 7ാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാൻ തജ്വീദുൽ ഖുർആൻ, ഇതാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ 6 ചോദ്യങ്ങൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻസാണ്. ഇതിൽ ഒന്നിൽ മാത്രമാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഓരോ 3 ക്വസ്റ്റ്യൻ 3 ഉത്തരങ്ങൾ ഓരോ ചോദ്യത്തിനും ഉണ്ടാകും. ആദ്യത്തെ ചോദ്യം, നമുക്ക് 16 തവണ തേള് കുത്തിയിട്ടും ഹദീസ് ക്ലാസ് നിർത്തിയില്ല ആര്? നമുക്കെല്ലാവർക്കും അറിയാം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ചോദ്യം, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൻ്റെ പേരുകളിൽ പെടാത്തത് എന്നാണ്. പെട്ടത് എന്നല്ല, ചോദ്യം ശ്രദ്ധിച്ച് നമ്മൾ വായിക്കണം. പെടാത്തത് തൗഹീദ്, സ്വമദ്, അഹദ്. ഇവിടെ നമുക്ക് അഹദ് എന്നുള്ള പേര് നമുക്ക് സെലക്ട് ചെയ്യാം. അതാണ് സൂറത്തിൻ്റെ പേരിൽ പെടാത്തത്. വേറൊന്ന്, മൂന്നാമത്തത്, ഇനി അക്റഹു അൻ അക്കൂന ഫൗഖക. ഇതൊരു അറബി ക്വസ്റ്റ്യൻസാണ്. നമ്മൾ ശ്രദ്ധിച്ച് തസ്കിയാവുമ്പോൾ കൂടുതൽ അറബി കണ്ടൻറ്റുകൾ കൂടുതലുണ്ടാവും. ഇനി അക്റഹു, ഞാൻ വെറുക്കുന്നു, അൻ അക്കൂന ഫൗഖക്, തങ്ങളുടെ മുകളിൽ താമസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത് പറഞ്ഞതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു, ഉമ്മു അയ്യൂബ്, അബു അയ്യൂബ് എന്നിവരാണ് പറഞ്ഞത്. ഇനി നാലാമത്തെ ചോദ്യം, നമ്മുടെ ഒരു ലാ യസ്അദുൽ കസ്ലാൻ എന്നൊരു ബെയ്ത്ത് പദ്യത്തിൻ്റെ പാഠമുണ്ട്, അതിൽ നിന്നുള്ളതാണ്. അത്തത്തുലുബു റിബഹ മിമ്മാ ഫീഹി, അതിൻ്റെ ബാക്കി ഭാഗമാണ്. ഇൻസാനു ഖുസ്റാനു കസ്ലാൻ മിമ്മാ ഫീഹി ഖുസ്റാനു. ഇത് നമ്മൾ ചോദ്യം വിശകലനം ചെയ്യുമ്പോൾ ഇതിനോട് സമാനമായ ചോദ്യങ്ങളും കൂടി നമ്മൾ പറഞ്ഞു പോകണം. ഇവിടെ അത്തത്തുലുബു റിബഹ മിമ്മാ ഫീഹി ഖുസ്റാനു എന്ന് പറയുമ്പോൾ കസ്ലാൻ എന്നുള്ളത് ഉത്തരമായിട്ട് വരുന്ന ചോദ്യം നമുക്ക് ലാ യസ്അദുൽ കസ്ലാനു, ലാ യസ്അദുൽ കസ്ലാൻ എന്നുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ ചോദ്യം മാറി വന്നാൽ ആ ഉത്തരവും നമ്മൾ എഴുതാൻ പ്രതീക്ഷിക്കേണ്ടതാണ്. അഞ്ചാമത്തെ ചോദ്യം, നമ്മുടെ ഖൽബുൽ ഖുർആൻ എന്നു പേരുള്ള സൂറത്ത്. ഖൽബുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാലോ, ഖുർആൻ്റെ ഹൃദയം. അൽ ഫാത്തിഹ, യാസീൻ, അൽ മുൽക്ക്. ഇവിടെ യാസീൻ എന്നതാണ് ശരി ഉത്തരം. അടുത്തത് നമുക്ക് ആറാമത്തെ ചോദ്യം, യഅ്തൂനി എന്നതിൻ്റെ ശരിയായ പാരായണം. ഇവിടെ ഇങ്ങനെ ചോദ്യം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബേജാറാവരുത്. കാരണം തജ്വീദും കൂടി മിക്സ്ഡ് ആയിട്ടാണ് നമ്മുടെ തസ്കിയയിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. യഅ്തൂനി എന്നതിൻ്റെ ശരിയായ പാരായണം, അവിടെ ഒന്നാമത്തെ ആ ഹംസ അത് വസ്ലിൻ്റെ ഹംസയാണ്. അപ്പോൾ അത് തുടക്കത്തിൽ പാരായണം ചെയ്യും. യഅ്തൂനി, അഅ്തൂനി, ഈതൂനി. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി. യഅ്തൂനി എന്നാണ് ഓതേണ്ടത്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത് നമ്മൾ 10 മാർക്കിൻ്റെ ഓരോ ഉത്തരത്തിനും 2 മാർക്ക് വീതം കിട്ടുന്നതാണ് ചേരുംപടി ചേർക്കുക. പലപ്പോഴും കുട്ടികൾ ചേരുംപടി ചേർക്കാൻ വളരെ ഈസിയായൊരു മെത്തേഡാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരീക്ഷയിൽ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. അതായത് ABCDE എന്നുള്ള ലെറ്റർ കൊടുത്ത് കുട്ടികൾക്ക് ആ ലെറ്റർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ പെട്ടെന്ന് എഴുതുമ്പോൾ ഒന്ന് തെറ്റിയാൽ ബാക്കി 2ഉം 3ഒക്കെ തെറ്റാൻ സാധ്യത കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ചേരുംപടി ചേർക്കുക എന്നുള്ളത്. ഇസ്ഹദ് ഫിദ്ദുന്യ, ഇത് നമ്മുടെ തസ്കിയയിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് വരുന്ന ജവാമിഉൽ കലീം എന്ന ഒരു പാഠമുണ്ട്, അതിലെ ചോദ്യമാണ്. ഇതിൽ ഏകദേശം എല്ലാ ചോദ്യങ്ങളും ഒന്നൊഴികെ ബാക്കി എല്ലാ ചോദ്യങ്ങളും എൻ്റെ അഭിപ്രായത്തിൽ അവസാനത്തെ ഭാഗത്ത് നിന്ന് വന്നതാണ്. ഇസ്ഹദ് ഫിദ്ദുന്യ, നീ ദുന്യാവിൽ പരിത്യാഗിയാവുക. എന്നാൽ യുഹിബ്ബുക അല്ലാഹ്, അള്ളാഹു നിന്നെ സ്നേഹിക്കും. സി ലെറ്ററാണ് അവിടെ യോജിച്ചത്. ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും. എ ലെറ്ററാണ് അതിനോട് യോജിക്കുക. സഅർജിഉ ഇലൽ ബൈത്ത്, അവിടെ ഒരു അറബി സംഭാഷണം ഉണ്ട്. അവിടെയാണ് സഅർജിഉ ഇലൽ ബൈത്ത്, ഞാൻ വീട്ടിലേക്ക് മടങ്ങും. ഗദൻ ഔ ബഅദ ഗദ്, ഈ ലെറ്ററാണ് അവിടെ യോജിക്കുക. അടുത്തൊരു കത്തെഴുതുന്ന ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് നമുക്ക്. അവിടെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പാഠം. അവിടെയുള്ളതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. അത്തമന്ന ലക, ഞാൻ നിനക്ക് ഒരു ആ ജേണി, ആ യാത്രയെ അവർ വിഷ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രയോഗമാണ്. അത്തമന്ന ലക റിഹ്ല മുംതിയ, നിനക്ക് നല്ല സന്തോഷകരമായ യാത്ര ഞാൻ നേരുന്നു എന്നതാണ്. 5 വഷ്ദുദ് യദൈക ബിഹബിലില്ല എന്നതാണ് ഇവിടെ ശരി ഉത്തരം. ഡി ലെറ്റർ. ഇനി നമ്മൾ വിട്ട ഭാഗം പൂരിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. എല്ലാ ചോദ്യങ്ങളിലും ഇങ്ങനെ സംഭവം ഉണ്ടാവാറുണ്ട്. ഇത് നമുക്ക് ഓരോന്നിനും ഒരു ചെറിയ വേർഡ് മാത്രമാണ് എഴുതാണ്ടാകുക, പക്ഷേ അവിടെ 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 6 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നോക്കാം. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 3/1 തുല്യമാണ്. 2, ത്വായിറ എന്ന വാക്കിന്
വിമാനം എന്നാണ് അർത്ഥം. അടുത്തത് ഒരു പദ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിൻ്റെ വേറൊരു ഭാഗം നമുക്ക് നേരത്തെ വന്നിരുന്നു. 3 ദൈ തകാസുല, നീ മടി ഉപേക്ഷിക്കുക, ഫിൽ ഖൈറാത്തി, നന്മ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ മടി ഉപേക്ഷിക്കണം, അല്ലേ എന്നതാണ്. അവിടെ വേറെ ഫലൈസ യസ്അദു ബിൽ ഖൈറാത്തി കസിലാനു, അങ്ങനെ ആ പദ്യത്തിൻ്റെ ബാക്കി അങ്ങനെയാണ്. 4 സുൽത്താനുൽ ഹിന്ദ്, അജ്മീർ ഖാജ തങ്ങളുടെ മക്ബറ എവിടെയാണ്? സുൽത്താനുൽ ഹിന്ദ് പറയുമ്പോൾ തന്നെ അജ്മീർ നമുക്ക് ഓർമ്മ വരണം, അജ്മീറിലാണ്. മുകളിൽ സ്വാദിൻ്റെ തലയുള്ള ഹംസ, നമ്മൾ നേരെ യത്തൂനി എന്ന് പറഞ്ഞല്ലോ, ആ ഹംസയെക്കുറിച്ചാണ് പറയുന്നത്. അത് ആ ഹംസയെ ഉച്ചരിക്കരുത് എപ്പോൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചേർത്ത് യോതുമ്പോൾ ഉച്ചരിക്കരുത്, തുടക്കത്തിലാവുമ്പോൾ ഹംസയെ ഉച്ചരിക്കും. 6 അലാ ദാവൂദ്, ഇത് നമ്മുടെ ഖവായിദു റസ്മുൽ ഉസ്മാനിയുടെ പാഠമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് തസ്കിയയിൽ. ദാവൂദ് എന്നതിൽ ഉദാഹരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അവിടെ ദാവൂദ് എന്ന് എഴുതിയിട്ട് ദാവൂദ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഒരു അക്ഷരം അവിടെ കളഞ്ഞുപോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഖവായിദു റസ്മുൽ ഉസ്മാനിയിലെ ഏത് നിയമമാണ് ഇവിടെ ഉള്ളത് എന്നാണ് ചോദ്യം. ദാവൂദ് എന്നതിൽ ഹസ്ഫ്, അൽ ഹസ്ഫ് എന്ന റസ്മുൽ ഉസ്മാനി നിയമമുണ്ട്. ഇവിടെ ഹസ്ഫിൻ്റെ അർത്ഥം എഴുതിയാലും മതിയാവുന്നതാണ്. അപ്പോൾ ഉദാഹരണം കേട്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ആ കായിക ഓർമ്മ ഉണ്ടാവണം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നതാണ്. 2 മാർക്കാണ് നമുക്കിതിൽ സ്കോർ ചെയ്യാനുള്ളത്. 6 ചോദ്യങ്ങൾക്ക് 12 മാർക്ക് സ്കോർ ചെയ്യണം. ഇവിടെ പലപ്പോഴും കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, അവർ പഠിച്ചു വെച്ച എല്ലാ ഉത്തരവും ഇവിടെ അവർ എഴുതാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ വേണ്ടതില്ല. ഒറ്റ വാക്കിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് മാത്രം ഉത്തരമായിട്ട് വന്നാൽ തന്നെ 2 മാർക്ക് കിട്ടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പല ലിപികളും നമുക്ക് ഈ സുലസി, അതുപോലെ തന്നെ റുക്കാൾ, പിന്നെ ഫാരിസി, പല ലിപികൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒരു ലിപിയാണിത്. അപ്പോൾ ഇത് ഏത് ലിപിയാണ് എന്നാണ് ചോദിക്കുന്നത്. പരീക്ഷയിൽ വേറെ ലിപികളും വരാം. ഇവിടെ സുലുസ് എന്നുള്ള ലിപിയാണ്. അപ്പോൾ സുലുസ് എന്ന് മാത്രം എഴുതിയാൽ മതിയാവും. ഇനി ഉലായിക്ക എന്നതിൽ റസ്മുൽ ഉസ്മാനി നിയമം എഴുതി. നമ്മൾ നേരത്തെ പറഞ്ഞു ഖവായിദു റസ്മുൽ ഉസ്മാനി പ്രധാനപ്പെട്ട പാഠമാണ്. അതിൽ ഉലായിക്ക നിങ്ങൾ നോക്ക്, ഉലായിക്ക എന്ന് വായിക്കുന്നുണ്ടെങ്കിലും അവിടെ ഊലായിക്ക എന്നാണുള്ളത്, ഒരു വാവ് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവണം അത് സിയാദ, ഒരക്ഷരം കൂടുതലായി വന്ന നിയമമാണ്. അവർ ഖവായിദു റസ്മുൽ ഉസ്മാനിയിൽ 2 ചോദ്യങ്ങൾ നമുക്കിവിടെ വന്നു. 3 ഇൽമ പഠിക്കുന്നവർക്ക് വഴി എളുപ്പമാകും. എവിടേക്ക്? ഇലൽ ജന്ന, സ്വർഗം എന്നുള്ള ഉത്തരം എഴുതിയാൽ മതി. ജന്ന എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. 4 ഹോസ്പിറ്റൽ എന്നതിൻ്റെ അറബി പദം മുസ്തഷ്ഫ. 5 എല്ലാ ഫർദ് നിസ്കാര ശേഷവും ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ ഇഖ്ലാസ്. 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ മാസം റബിയുൽ അവ്വൽ എന്നാണ്. ഇതിൽ ഈ ഉത്തരത്തിൽ ചെറിയ എഴുത്തിലും പിശകുണ്ട്. റബിയുൽ അവ്വൽ ഐനാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് 4 മാർക്ക് ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എഴുതിയാൽ കിട്ടും. അങ്ങനെ 28 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ 7 ചോദ്യങ്ങളാണ്. അവിടെ ഒറ്റ വാചകം എന്നാണ്. ഒറ്റ വാചകം എന്ന് പറയുമ്പോൾ പലപ്പോഴും കുട്ടികൾ ഒരു വരി എഴുതേണ്ടത് ഒരു വാക്ക് എഴുതി വെക്കും. അത് ഉത്തരം പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായ സ്കോർ നമുക്ക് ലഭിക്കില്ല. ശ്രദ്ധിക്കേണ്ടതാണ്. പെട്ടെന്ന് വായിച്ചു പോകാം. അല്ലാഹു തആലയുടെ സമാധാനം ഇറങ്ങും എവിടെ? റഹ്മത്ത് പൊതിയും ആരെ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഇൽമുമായി ബന്ധപ്പെട്ട് ഒരാൾ ഇൽമു പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കിതാബ് ഒരാൾ ഓതുകയും പഠിക്കുകയും ചെയ്താൽ ഖുർആൻ പഠിക്കുന്നവർക്ക് എന്നതാണ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ, അതായത് പള്ളികളിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യുന്നവർക്കാണ് ഓഷിയത്തി റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുവും അവരെ പൊതിയുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഖബറിൻ്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷ നേടാം എങ്ങനെ? ഈ ചോദ്യം വന്നിട്ടുള്ളത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട പാഠത്തിൽ നിന്നാണ്. അവിടെ നമുക്ക് പറയാൻ പറ്റും, ഒരാൾ മരണരോഗത്തിൽ 100 പ്രാവശ്യം 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ലം യുഫ്തൻ ഫി ഖബരിഹി വാമിനു മിൻ ലൗത്തത്തിൽ ഖബർ, അവന് ഖബർ ശിക്ഷയിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന് അഭയമുണ്ടാവും. 3 അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ താഴെ നില തിരഞ്ഞെടുത്തു നബി തങ്ങൾ. കാരണം എന്താണ്? ജനങ്ങൾ കൂടുതലായി, സന്ദർശകർ കൂടുതലായി തങ്ങളെ കാണാൻ വരുന്നതുകൊണ്ട്. 4 അന മുസാഫിറുൻ ഇലാ മക്ക, അത് നമ്മൾ അറബി പാഠത്തിലൊരു ചോദ്യമാണ്. അതിൻ്റെ സാരം, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള ചോദിക്കുന്നത്. ഞാൻ മക്കയിലേക്ക്
പോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അഞ്ചാമത്തെ രോഗം ഭേദമാക്കുന്നവൻ അള്ളാഹു താലയാണ്. അറബിയിൽ എഴുതുക. അഷാഫി ഹുവല്ലാ. അതൊരു ഹെഡിങ് തന്നെയാണ്, ഒരു പാഠത്തിൻ്റെ ഹെഡ്ലൈൻ തന്നെ അങ്ങനെയാണ്, അഷാഫി ഹുവല്ലാ. അടുത്ത നമ്മുടെ ചോദ്യം ആറാമത്തത് ലാക്കിന്ന, തജ്വീദുമായി ബന്ധപ്പെട്ടതാണ്. ലാക്കിന്ന, അവിടെ ലാക്കിന് ശേഷം അലിഫിൻ്റെ മുകളിൽ സുക്കൂന് കാണാം നമുക്ക് എന്നത് വഖഫിലും വസ്ലിലും ഓതേണ്ട ശരിയായ രീതി. വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുമ്പോൾ, വസ്ൽ എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോൾ. ഇവിടെ രണ്ടിൻ്റെ ആൻസർ എഴുതണം. ചേർത്തി ഓതുമ്പോൾ അലിഫുണ്ടാവും, വഖഫ് ചെയ്യുമ്പോൾ അലിഫുണ്ടാവും. വസ്ൽ പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോൾ അലിഫില്ലാതെയാണ് ഓതേണ്ടത്. ഇതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താലുള്ള നേട്ടമെന്ത്? നമുക്കെല്ലാവർക്കും അറിയാം. സൂറത്തുൽ വാഖിയ ദാരിദ്ര്യത്തെ തടയും, ദാരിദ്ര്യമുണ്ടാവുകയില്ല. 5 വരിയിൽ കുറിപ്പെഴുതുക. ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ ഹദീസിനോടുള്ള ആദരവ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിന്നുകൊണ്ട് ഹദീസ് കേൾക്കാറില്ല. അതുപോലെ തന്നെ ഹദീസ് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അത്തർ പൂശി പുതിയ വസ്ത്രം ധരിച്ച് കുളിച്ച് വുളൂ ചെയ്ത് ഒക്കെയാണ് വരാറുള്ളത്. അതുപോലെ തന്നെ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 16 തവണ നീള് കുത്തിയിട്ടും ആ ക്ലാസ് മുടങ്ങുന്ന ഭയം കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഇതൊക്കെ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് പറയാവുന്നതാണ്. എല്ലാവർക്കും നല്ല നാഫിയായാലും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, നല്ല വിജയങ്ങൾ അള്ളാഹു നൽകട്ടെ, ആമീൻ. ഒരു ചോദ്യം കൂടിയുണ്ട്, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം. അത് നമുക്കെല്ലാം പറയാം. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പേരുകൾ ഖുർആനിൻ്റെ 3-1 തുല്യമാവും. മരിക്കുന്ന സമയത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം, ഇങ്ങനെയെല്ലാം ഇതിൻ്റെ ഉത്തരത്തിൽ കൊണ്ടുവരാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.